വിഷ്ണു, തൃക്കാക്കര എന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് ഏറ്റവും തിരക്കേറുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ്. ഈ ഉത്രാടത്തലേന്ന് എങ്ങനെയാണ് തൃക്കാക്കരയിൽ നിന്നുള്ള കാഴ്ചകൾ? ഹരിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം എന്നാൽ തൃക്കാക്കരയിലാണ്. തൃക്കാക്കര അതിൻ്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഒരു സ്ഥാനമാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിനും ഓണവുമായി ഐതിഹ്യങ്ങളിൽ ഏറെ പ്രാധാന്യവും ബന്ധവുമുണ്ട്. ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തോടനുബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകളും ഉത്രാട ദിന സദ്യയും അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ട്. നമുക്കറിയാം അത്തത്തിനാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ കൊടിയേറുന്നത്. അത്തം മുതൽ ബാക്കി 10 ദിവസത്തെ ഉത്സവമാണ്. നാളെ തിരുവോണ ദിനത്തിൻ്റെ ആറാട്ടോടുകൂടി ഈ ഒരു ഉത്സവം സമാപിക്കും. ഇന്നിപ്പോൾ തൃക്കാക്കരയെ സംബന്ധിച്ച് ഇവിടെ വലിയ വിളക്ക് ദിവസമാണ്. അതോടനുബന്ധിച്ച് അല്പം മുമ്പ് ഇവിടെ തിരുമുൽക്കാഴ്ച സമർപ്പണം ഉണ്ടായിരുന്നു. ആദ്യം മേൽശാന്തി ഇവിടെ തിരുമുൽക്കാഴ്ച ഭഗവാന് മുന്നിൽ ഒരു കദളിവാഴക്കുല സമർപ്പിച്ചു. അതിനുശേഷം പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എത്തി അവരുടെ തിരുമുൽക്കാഴ്ച സമർപ്പണവും ഉണ്ടായിരുന്നു. മന്ത്രി പി രാജീവ് നേരിട്ടെത്തി തിരുമുൽക്കാഴ്ച സമർപ്പിച്ചു. അതുപോലെ ഈ ചാലക്കുടി MP ആയിട്ടുള്ള ബന്നി ബഹനാൻ എത്തി തിരുമുൽക്കാഴ്ച സമർപ്പിച്ചിരുന്നു. ഇനി ഇതിനുശേഷം ഇപ്പോൾ ഭഗവാനെ എഴുന്നള്ളിച്ച് ഇവിടെ ആളുകൾ ഭഗവാനെ തൊഴുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അതിന് മുൻപിൽ ഭക്തജനങ്ങൾക്കും ഇതുപോലെ തിരുമുൽക്കാഴ്ച സമർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടി ഉത്രാട സദ്യ ആരംഭിക്കും. നമുക്കറിയാം തിരുവോണ ദിനത്തിൽ സാധാരണ ഗതിയിൽ തിരുവോണ സദ്യ, തൃക്കാക്കരയിലെ തിരുവോണ സദ്യ എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ധാരാളം പേര് എത്തി അത് ആസ്വദിക്കുന്നതുമാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉത്രാടത്തിനും ഈ ഒരു സദ്യയുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം പതിവ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ്. ഏതായാലും 11 മണിയോടുകൂടി വിഭവസമൃദ്ധമായിട്ടുള്ള ഉത്രാട സദ്യ ആരംഭിക്കും. നമുക്കറിയാം ഈ ഒരു തിരുവോണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ, നമ്മുടെ ഒരു വീട്ടിൽ ചെറിയൊരു സമൂഹത്തിൻ്റെ ഒപ്പം കൂടുമ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾ, തൃക്കാക്കരയിൽ എത്തുന്നവർ അവർക്ക് വലിയൊരു സമൂഹത്തോടൊപ്പം അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വേർതിരിവില്ലാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇരുന്ന ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള തരത്തിലുള്ള ഒരു സദ്യയാണ് ഒരുക്കുന്നത്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തൃക്കാക്കര എന്ന് പറയുന്നത് തൃക്കാൽ പതിഞ്ഞ കര, അതായത് വാമനന്റെ കാൽ പതിഞ്ഞ കര എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് തൃക്കാക്കര എന്നുള്ളൊരു പേരും. കാൽ പതിഞ്ഞ കര, തൃക്കാക്കര ക്ഷേത്രം ഓണവുമായി, ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അമ്പലമാണ്. അതിന്റെ തിരക്കുകളിലാണ് ആ അമ്പലം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിലേക്ക് വിഷ്ണു പ്രകാശ് എത്തിച്ചത്.